നമ്മൾ വീണ്ടും കർണാടകയിലെ ഷിരൂരിലേക്ക് പോവുകയാണ്. അവിടെ തെരച്ചിൽ പുനരാരംഭിച്ചിട്ട് കുറച്ച് മണിക്കൂറുകളായി. പക്ഷേ ഇന്ന് കൂടുതൽ സംഘം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഹാഷ്മി, അവിടെ തെരച്ചിൽ തുടങ്ങിയോ? നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് അധികം അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, അതിന് പരിമിതികളുണ്ട്, കർശനമായ നിയന്ത്രണങ്ങളുണ്ടല്ലോ. വസ്മിത, കർശനമായ നിയന്ത്രണം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് മലയാളി രക്ഷാ ദൗത്യ സംഘത്തിലെ ഒരാൾ പോലും, ഒരു മലയാളി മാധ്യമപ്രവർത്തകൻ പോലും അകത്തേക്ക് കടക്കരുതെന്ന് പോലീസിന് എന്തോ വാശിയും നിർബന്ധവും കൊണ്ട് പോലെയാണ് രാവിലെ മുതലുള്ള കാര്യങ്ങൾ. നമ്മൾ രാവിലെ 6 മണി മുതലൂടെ വരുന്നതാണ്. 6 മണി മുതൽ തന്നെ അവിടെ നിറയെ പോലീസ് സംവിധാനങ്ങളൊക്കെ, ഒരാൾ പോലും അറിയാതെ പോലും അകത്തേക്ക് കടക്കരുതെന്ന ഒരു കർശന വാശിയിലാണ് കർണാടക പോലീസ്. ഉറപ്പായും അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശം കൊണ്ടായിരിക്കണം. അതിന് കാരണമായി ഞാൻ കരുതുന്നു ഇന്നിപ്പോൾ അവിടെ അകത്ത് നടക്കുന്നത് അവിടെ റോഡ് ക്ലിയർ ചെയ്യുന്ന സംവിധാനങ്ങളാണ്. മലയാളി രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് പോയാൽ അവർക്ക് ഇനിയും മണ്ഡപരിശോധന എന്നുള്ള ആവശ്യമുണ്ടാകും. അവർക്ക് കൂടുതൽ യന്ത്രസാമഗ്രികൾ വേണമെന്ന ആവശ്യമുണ്ടാകും. അത് മലയാളി മാധ്യമങ്ങൾ പുറത്തേക്ക് വിടും. ഇന്നിപ്പോൾ അവർക്ക് റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് അതിപ്രധാനമാണ് കാര്യം. അവരുടെ ഈ റോഡ് അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ഈ ടാങ്കറൊക്കെ ഇങ്ങനെ വരിവരിയായി കിടക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഈ ബാരിക്കേഡ് തുറന്ന് അകത്തേക്ക് പോയ വാഹനങ്ങളൊക്കെയും റോഡ് ക്ലിയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ വൺ സൈഡ് തുറന്നു കൊടുക്കാനുള്ള ബാരിക്കേഡിൽ ബ്ലോക്കേഡ് സാധനമൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ അവിടെ നടക്കുന്ന അവിടെ കരയിൽ നടക്കുന്നത് റോഡ് ക്ലിയർ ചെയ്ത് വണ്ടി കടത്തി വിടാനുള്ള അവരുടെ ആദ്യ പ്രയോറിറ്റി പ്രകാരമുള്ള കാര്യങ്ങൾ തന്നെയാണെന്നാണ് മനസ്സിലാകുന്നത്. പിന്നീട് ഗംഗാവാലി പുഴയിലുള്ള പരിശോധന ഗംഗാവാലി നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് വലിയ എന്ന് പറഞ്ഞാൽ ഈ ലാൻഡ് സ്ലൈഡ് ഒരു മാരകമായ എഫക്റ്റുള്ള ലാൻഡ് സ്ലൈഡാണ്. അടുത്തുള്ള ഗ്രാമങ്ങൾ, നമ്മൾ ഇന്നലെ ഇതിനപ്പുറത്തുള്ള ഗ്രാമങ്ങളിൽ പോയിരുന്നു. അവിടെ ഫോണിന് റേഞ്ചൊക്കെ തീരെ കുറവാണ്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ ആയുഷ്കാലത്ത് വലിയ പ്രായമുള്ള അമ്മമാരൊക്കെ പറയുന്നത് അവർ ആയുഷ്കാലത്ത് ഈ നദി ഇത്തരത്തിൽ കരകവിഞ്ഞിങ്ങനെ വന്ന് ഞങ്ങളുടെ എല്ലാ വർഷവും കരകവി നദിയാണ്, ഈ നദി ഇത്തരത്തിൽ കരകവിഞ്ഞു വന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കുറേ അധികം വീടുകളെ നക്കിയെടുത്തുകൊണ്ട് പോകുന്ന തരത്തിലേക്ക്, ഗതിമാറി ഒഴുകുന്ന തരത്തിലേക്ക് അതിൻ്റെ തീരങ്ങളിലേക്ക് ഈ ഗംഗാവാലിപ്പുഴ ഇരച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ പറയുന്ന ഈ മലയിൽ നിന്ന് കുത്തനെ ഇറങ്ങിയ വലിയ പാറക്കെട്ടും വലിയ പാറക്കഷ്ണങ്ങളും മരങ്ങളും കല്ലുകളും ഒക്കെ കുത്തനെ ഇറങ്ങിയ ഈ വലിയ മണ്ണിൻ്റെ മാസ് ഈ പുഴയുടെ നടുവിലേക്ക് ആഞ്ഞു പതിച്ച് അവിടെ ഒരു 5 മീറ്റർ ഉയരത്തിൽ ഒരു വലിയ മൺകൂന ഉണ്ടായിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ടൺ മണ്ണ് ഇതിനുള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഗംഗാനദി കരകവിഞ്ഞ് അങ്ങനെ പല വഴിക്ക് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗംഗാവാലി പുഴയിലെ പരിശോധന എത്രത്തോളം അതിസങ്കീർണമാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. മാത്രമല്ല കൂടെ പെയ്യുന്ന കനത്ത മഴ നേരത്തെ നമ്മൾ പലയാവർത്തി പറഞ്ഞു. അല്പസമയം മുൻപ് നേവിയുടെ 2ാം സംഘം ഡൈവർമാർ കൂടി അകത്തേക്ക് പോയിരുന്നു. അവർ എക്സ്പെർട്ട് ഡൈവർമാരാണ്. അപ്പോൾ എന്നുള്ള ഗംഗാവാലി പുഴയിൽ ഇറങ്ങി പരിശോധിക്കുക എന്നുള്ളതാണ്. ഈ പുഴുക്കിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇറങ്ങി പരിശോധിക്കുക എന്ന സ്ട്രാറ്റജി തന്നെയാണ് നേവി സ്വീകരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പം ഹൈ റെസൊനേറ്റിംഗ് റഡാർ അടക്കമുള്ള സോണാർ അടക്കമുള്ള നമ്മൾ കരയിൽ ഉപയോഗിച്ച ഈ റഡാർ സംവിധാനം അത് ഗംഗാവാലി പുഴയിൽ ഉപയോഗിക്കുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള പരിശോധന, ആ റഡാർ സംവിധാനം അത് പുഴയിലും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്, അതിൻ്റെ എന്തോ അപ്ഡേറ്റഡ് വെർഷൻ എന്നിങ്ങനെ അറിയാൻ കഴിയുന്നു. അത് അടക്കമെത്തിക്കാനുള്ള പുതിയ ഏറ്റവും അത്യാധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഗംഗാവാലി പുഴയിലെ പരിശോധന ഏതെങ്കിലും തരത്തിൽ അത് പ്രാക്ടിക്കലാവുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്നത് ആ മൺകൂനയ്ക്ക് അടുത്ത് നിന്നാണ് ഈ സിഗ്നൽ കിട്ടിയത്. ആ സിഗ്നലിനെയും വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ദൗർഭാഗ്യവശാൽ ഇല്ല എന്നാണ് മറുപടി. കാര്യം ഇന്നലെ കിട്ടിയ വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു സിഗ്നൽ പോലും അത് വാഹനമല്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഈ മൺകൂനയ്ക്കകത്ത് കാണുന്ന സിഗ്നൽ ഈ പറയുന്ന പാറയുടെ മെറ്റൽ ഘടകം അല്ലെങ്കിൽ പാറയുടെ ധാതു ഘടകമല്ല എന്ന് ഉറപ്പിക്കാൻ ഒരു തരത്തിലും കഴിയില്ല. അപ്പോൾ എന്തായാലും ഗംഗാവാലി പുഴ പരിശോധന എത്രത്തോളം നീളും, എപ്പോഴത്തേക്ക് ഒരു പരിശോധനാ ഫലം നൽകാൻ കഴിയുമെന്നല്ല ഓർക്കണം സ്മിത കൃഷ്ണ. അവിടെ ഒരു 17,500 കിലോ LPGയുമായി നിന്നിരുന്ന 22 ടൺ ഭാരമുള്ള ഒരു ഗ്യാസ് ടാങ്കറാണ് അടിച്ച് ഗംഗാവാലി പുഴയിലൂടെ 7-8 കിലോമീറ്റർ അകത്തേക്ക് ഒഴുകിപ്പോയെന്ന് ആലോചിച്ച് നോക്കണം. വലിയ ഭാരമുള്ള ഒന്നാണ്. അതേപോലെ 2 ടാങ്കർ അടിച്ചുപോയി. മൂന്നാമതൊരു ടാങ്കർ പൊട്ടിത്തെറിച്ചു എന്ന് കേൾക്കുന്നു. അത് ഇലക്ട്രിക് കമ്പിയിൽ വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുകയും വെള്ളം ഇങ്ങനെ ഒരു കടൽ പോലെ തീരത്തേക്ക് അടിക്കുകയും ഒരുപാട് വീടുകൾക്ക് നാശമുണ്ടാക്കുകയും ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ടാങ്കറുകൾ പോലും അടിച്ചൊഴുകാനും മാത്രം വലിയ മാരക പ്രഹരശേഷിയായിരുന്നു ആ ലാൻഡ് സ്ലൈഡ്. അതുകൊണ്ട് അർജുന്റെ ലോറിയും അർജുനും ഒരുപക്ഷെ കരയിൽ തന്നെ പൊതിഞ്ഞിരിക്കാം. ഈ വിവരണങ്ങളിൽ നിന്ന് തന്നെ നമുക്കറിയാം, അതുപോലെ ദൃശ്യങ്ങളിൽ നിന്നറിയാം, വലിയ ദുർഘടം പിടിച്ച ഒരു തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 8ാം നാളിലേക്ക് കടക്കുമ്പോൾ പുതിയ രീതിയിൽ കുറേ കൂടി സൗകര്യങ്ങൾ, സംവിധാനങ്ങളൊക്കെ വന്നിരിക്കുന്നു. നേവിയുടെ വിദഗ്ധ ഡൈവേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ റോഡ് ക്ലിയർ ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ആ രീതിയിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്, അല്ലേ? അതെ, വിവരങ്ങൾ നൽകുകയായിരുന്നു ഹാഷ്മി താജ് ഇബ്രാഹിം ഷിരൂരിൽ നിന്ന്.